നമസ്കാരം. ഇന്ത്യൻ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിലും യാത്രകൾക്കും ഉൾപ്പെടെ പെരുമാറ്റച്ചട്ടം കൊണ്ടുവന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് അതായത് BCCI ഇത്തവണ IPL-ലും ഒട്ടേറെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ട ഒരു ഇടം തന്നെയാണ് IPL എന്ന് മുൻപും ചർച്ച ചെയ്തിട്ടുള്ള ഒരു പ്രധാന വിഷയം തന്നെയാണ്. അവരുടെ ഇടയിലേക്ക് തന്നെയാണ് ഇത്തരം ആളുകളുടെ വാക്കുകൾ തന്നെ പുറത്തു വരുന്നത്. കളിക്കാരുടെ വസ്ത്രധാരണത്തിനുൾപ്പെടെ കർശന നിയന്ത്രണവുമായാണ് IPL 18ാം സീസൺ തിരശീല ഉയരുന്നത്. പരിശീലനം നെറ്റ്സിൽ മാത്രമാണ്. മത്സരത്തിന് മുൻപ് ടീമുകൾക്ക് പരിശീലനം നടത്താൻ നെറ്റ്സിൽ ഉള്ളിൽ മാത്രമായിരിക്കും അനുമതി. നേരത്തെ ഗ്രൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശീലനം നടത്താനും പ്രധാന പിച്ച് ഒഴികെയുള്ള പിച്ചുകളിൽ കളിക്കാനും ടീമുകൾക്ക് അനുവാദമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ പരിശീലനം നെറ്റ്സ് ഉള്ളിലേക്ക് ചുരുക്കാൻ BCCI തീരുമാനിച്ചു. വീട്ടുകാർക്കും വിലക്കുണ്ട്. ടീമുകളുടെ ഡ്രസ്സിംഗ് റൂമിൽ ഇത്തവണ താരങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ പ്രവേശനം അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മത്സരം കാണാനെത്തുന്ന താരങ്ങളുടെ ഭാര്യമാർ ഉൾപ്പെടെയുള്ളവർ സ്റ്റേഡിയത്തിൽ പ്രത്യേകം ഒരുക്കിയ ഹോസ്പിറ്റാലിറ്റി ഏരിയയിൽ ഇരിക്കാം. മത്സരത്തിന് മുൻപോ ശേഷമോ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനും ഇവർക്ക് അനുവാദം ഉണ്ടാകില്ല എന്ന് പറയുന്നു. ടീം ബസ്സിൽ കളിക്കാർ മാത്രമാണ് ഉള്ളത്. സ്റ്റേഡിയത്തിലേക്കും തിരികെ ഹോട്ടലിലേക്കും പോകുന്ന ടീം ബസ്സിൽ കളിക്കാരെ മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കൂവെന്നും ഇവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ടീം ബസ്സിലല്ലാതെ സ്വന്തം വാഹനത്തിൽ ഗ്രൗണ്ടിലേക്ക് വരാൻ കളിക്കാരെ അനുവദിക്കില്ല എന്നും കൂട്ടിച്ചേർത്തു. കളിക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് നേരത്തെ ടീം ബസ്സിൽ കയറാൻ അവസരമുണ്ടായിരുന്നു. ബൗണ്ടറിയിൽ ഇരിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. ബൗണ്ടറി ലൈനിന് പുറത്ത് പരസ്യത്തിന്റെ അതായത് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള ചേർന്ന് റിസർവ് താരങ്ങളും ഇരിക്കുന്നുണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമൂലം ബോർഡുകൾ മറയുന്നതായി പരസ്യക്കാർ പരാതി ഉന്നയിച്ചതോടെയാണ് പുതിയ തീരുമാനം കൂടി എത്തുന്നത്. സ്ലീവ്ലെസ്സിന് വിലക്ക് പോലും ഇപ്പോൾ പ്രഖ്യാപിക്കുന്നുണ്ട്. മത്സരശേഷമുള്ള സമ്മാന ചടങ്ങിൽ കളിക്കാർ സ്ലീവ്ലെസ് ടീഷർട്ടുകൾ തന്നെ അണിയുന്നത് ഇത്തവണ വിലക്കുന്നുണ്ട്. ഡ്രസ്സിംഗ് റൂമിനകത്തിരിക്കുമ്പോൾ മാത്രമേ ഇനി സ്ലീവ്ലെസ് വസ്ത്രം ധരിക്കാവൂ എന്ന അനുവാദമാണ്. മാന്യമായ വസ്ത്രം ധരിച്ച് മാത്രം ഗ്രൗണ്ടിൽ ഇറങ്ങണമെന്നാണ് പുതിയ നിർദ്ദേശം. 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിൽ നടത്തിയത് ICC വിമർശിച്ച് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾക്കിടയിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും IPL ചർച്ച എത്തുന്നത്. IPL തുടരാനിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ വർഷവും IPL എന്ന് പറയുന്നത് വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ആവേശം പകരുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോഴേ അവരുടെ പ്രിയപ്പെട്ട കളിക്കാരെ സെറ്റ് ചെയ്ത് അവരുടെ പ്രിയപ്പെട്ട ടീം ഏതാണെന്ന് പറഞ്ഞുകൊണ്ട് അടിയും ബഹളവും തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴേ സോഷ്യൽ മീഡിയയിൽ തന്നെ തർക്കം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയാം. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്, മുംബൈ ഇന്ത്യൻസ് പോലുള്ള ശക്തമായ ടീമുകൾ. ഇവരുടെ ഇടയിലേക്ക് എത്താൻ പല ടീമുകളും ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ കപ്പ് കിട്ടാത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോലും ഇത്തവണ കപ്പ് നേടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോ IPL-നും പറയാനുള്ളത് ഓരോ കഥകൾ തന്നെയാണ്. അക്കൂട്ടത്തിൽ തന്നെയാണ് IPL-ന് മുമ്പെത്തുന്ന ചില ഈ മാറ്റങ്ങൾ കൂടി. ഇതനുസരിക്കേണ്ടത് ടീം ഇന്ത്യയുടെ അംഗങ്ങളെ പോലെ തന്നെ മറ്റു താരങ്ങൾക്കും വലിയൊരു കാര്യം തന്നെയാണ്. അവരും ഇതനുസരിച്ച് തന്നെയാണ് IPL കളിക്കാൻ എത്തേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ തന്നെ അത് ആധിപത്യം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. വളരെയേറെ നാളുകളായി തന്നെ IPL ഈ ദേശത്ത് അല്ലെങ്കിൽ ഈ ദേശത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. IPL എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആവേശമാണ്. 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പരമ്പര അവസാനിക്കുമ്പോൾ ഏത് ടീമായിരിക്കും വിജയകപ്പിൽ എത്തുക എന്നത് എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.